بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ശ്രോതാക്കളെ, ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് ആരിഫീങ്ങളായ ഔലിയാക്കൾ തന്നെയാണ്, അതിൽ സംശയമില്ല. ഇനി വല്ല ഭാഗത്തൊന്നും അങ്ങനെ സംശയം വന്നു ജനങ്ങൾ ഈമാനുള്ള ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഒരു ഘട്ടം വന്നാൽ അവർ ഉടനെ അതിനാവശ്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അത് നിയന്ത്രിക്കുകയും ചെയ്യും. അത് വ്യക്തമാണ്. ഏതായാലും നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചില വീഡിയോ കാണണം. അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി പറയാം. Twice, until one man was allowed on board. This is Amer al-Mahdi from Libya. He just wanted to go to Hajj, but security stopped him. Why? Because of his last name, al-Gaddafi. He was left behind. The flight took off without him. Then, the unthinkable. The plane malfunctions mid-air. It comes back. Repairs are made. It takes off again. Malfunctions again. The pilot says, "I won't fly unless Amer is on this plane." Amer is finally clear. He boards. The plane takes off. And this time, it flies smoothly. He said, "If it's written for me, no force can stop it. Faith, destiny, determination. Would you wait at the airport until fate opens the door?" A plane refused to fly twice. കണ്ടു. എന്താണത് സംഭവം? ലിബിയയിൽ നിന്ന് വന്ന ഹാജിമാരിൽപ്പെട്ട ഒരു വ്യക്തി വിമാനത്തിൽ കയറാതെ വന്നപ്പോൾ വിമാനം തിരിച്ചിറക്കേണ്ടി വന്നു. വീണ്ടും അദ്ദേഹം കയറാതെ പൈലറ്റ് വണ്ടി കൊണ്ടുപോയപ്പോൾ വീണ്ടും വിമാനം തിരിച്ചിറക്കേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹത്തെ വണ്ടിയിൽ കയറ്റിയതിന് ശേഷം മാത്രം വണ്ടി ഓടി. ഇതാണിപ്പം നിങ്ങളാ കണ്ടത്, സംഭവം കണ്ടത് അതാണ്. ഇനി ഞാൻ പറയട്ടെ, ഇത് അള്ളാഹു തആലയുടെ ആരിഫീങ്ങളായ ഔലിയാക്കൾ നടപ്പാക്കുന്ന ചില സംഭവങ്ങളാണ്. എത്രത്തോളം ഈ നിലക്ക് വിഷയം ആ പോയ വ്യക്തി ഒരു പക്ഷേ സാധാരണക്കാരനായിരിക്കാം, ആ മനുഷ്യനൊരു പക്ഷേ സാധാരണക്കാരനായിരിക്കാം. ആ വ്യക്തിയിലൂടെ കാണിച്ച ചില വിഷയങ്ങളുണ്ട്. എന്തേ കാരണം? ഇപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലൂടെ നടന്ന ചില സംഭവങ്ങളുണ്ട്. വിമാനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്ന് പറഞ്ഞാൽ അത് അപകടമുള്ള വാക്കാണെന്ന് സാധാരണക്കാരായ ദീനിൻ്റെ അഹ്ലുകാരുടെയിൽ തന്നെ പ്രചരിപ്പിച്ചു പോയി. മൻസൂർ മണ്ണാർക്കാടും അതുപോലെ തന്നെ ഈ വിഷയം വെച്ചിട്ട് അമീർ ഒതുക്കുങ്ങലും അതുപോലെ തന്നെ നമ്മുടെ അനിലും അത് വിട്ട് നന്നാക്കി ട്രോളി. എന്നാൽ ഈ ട്രോളിയ സമയത്ത് സാധുക്കളായ മുഅ്മിനീങ്ങൾ, ഈമാൻ നൽകപ്പെട്ട വ്യക്തികളിൽ നിന്ന് തെറ്റിദ്ധാരണയിൽ നിന്ന് അവരുടെ ഈമാൻ തെറിച്ചു പോകുന്ന അവസ്ഥയിലേക്കൊരു പോയിന്റ് അങ്ങെത്തിയപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ അഖ്താബീങ്ങൾ അത് മായ്ച്ചു കളയാനുള്ള സംവിധാനം ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ ലിബിയയിൽ അത് സംഭവിച്ചത്. യാത്രക്കാരൻ ഒരു പക്ഷേ സാധാരണക്കാരനായിരിക്കാം, പക്ഷേ നടപ്പാക്കിയത് ആരിഫീങ്ങളായ ഔലിയാക്കളാണെന്ന കാര്യം മറന്നു പോകരുത്. നമ്മുടെ നാട്ടിലുള്ള ഏത് വിഷയത്തിനും അവരത് കൈകാര്യം ചെയ്യുമ്പോൾ സന്ദർഭോചിതമായിട്ട് ഇടപെടുക. ഇതാണ് ആരിഫീങ്ങളായ ഔലിയാക്കളുടെ ഉത്തരവാദിത്തം. അവരെ നടപ്പാക്കിക്കൊണ്ടേ നിൽക്കുന്നു. ഇനി ഞാൻ നമ്മളിലേക്ക് തന്നെ വരട്ടെ. ബഹുമാനപ്പെട്ട മുദബ്ബിറുൽ ആലം മഹാനര്, ആ മഹാനര് ഇവിടെ ചെയ്തു വെച്ചതുണ്ട്. എന്തേ അത്? അവരുടെ മുൻകാലത്ത് ബഹുമാനപ്പെട്ട പൊലിമൈദീൻ സാഹിബ് മഹാനര് അന്ന് ഇടപെട്ടിരുന്നു. മുജാഹിദിനോട് ഖണ്ഡനം നടത്തുന്ന സമയത്ത് പതിയുസ്താദിൻ്റെ അടുത്തായിരുന്നു നടപ്പാക്കിയിരുന്നത്. കാരണം പ്രസംഗിക്കാൻ കഴിയാതെ പോയപ്പോൾ ആ സിഗർ ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിൻ്റെ അടിയിൽ കൂടെ ഒരു അറബി പെയ്ത്തും ചൊല്ലിയിട്ട് ഒരൊറ്റ ഓട്ടം സിഗർ ബാത്തിലാക്കി കൊടുത്തു. പ്രസംഗം ഗംഭീരമായി.
മുജാഹിദിനെ ഇരുത്തണ്ടോടത്തിരുത്തണ ജാതി തന്നെ വാദങ്ങളും ചോദ്യങ്ങളും കൊടുത്തു എങ്കിൽ ഞാൻ പറയട്ടെ, എന്നാൽ സൈഖുനാൻ്റെ കാലഘട്ടം വന്നു. സൈഖുനാൻ്റെ കാലഘട്ടത്തിൽ സൈഖുന കാണിച്ച കറാമത്തുകൾക്ക് കണക്കും കയ്യുമില്ല. അതിവിടെ രേഖപ്പെടുത്തി കിടക്കുന്നതും ആണ്. അറിയപ്പെട്ട തുല്യതയില്ലാത്ത പണ്ഡിതന്മാരുടെ തന്നെയാണ് എല്ലാം അധികവും കാണിച്ചത്. കുറഞ്ഞത് മാത്രമേ സാധാരണക്കാരിലൂടെ കാണിച്ചിട്ടുള്ളൂ. ബഹുമാനപ്പെട്ടവർ, ഒരു ദിവസം ഒരു കുരിക്കൾ ഹജ്ജിന് പോവാനുള്ള ഹജ്ജിൻ്റെ സമയമായിട്ടുണ്ട്. ആ സമയത്ത് പോയിട്ടാണ് ഹജ്ജിന് പോവാനുള്ള സഹായം ചോദിച്ചത്. ഉടനെ പറഞ്ഞു, നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണം. ഞാൻ ലിബിയയിലുള്ള മനുഷ്യനൊരു പക്ഷേ സാധാരണക്കാരനായിരിക്കുമെന്നതിലേക്ക് സൂചന വെച്ചാൽ പറയുന്നത്. നടപ്പാക്കിയത് ആരിഫീങ്ങളായ ഔലിയാക്കളായിരിക്കും. അങ്ങനെ ഉടനെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോകൂ, നിങ്ങൾക്ക് ഹജ്ജുമുണ്ട്, രാജാവിൻ്റെ കൊട്ടാരത്തിലെ ജോലിയും അനുവദിച്ചിരിക്കുന്നു, നിങ്ങൾ ഉടനെ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. ഈ കുരിക്കളാണെങ്കിൽ പറഞ്ഞത് അപ്പടി സ്വീകരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു ഉറുപ്പ്യ കയ്യിലില്ല. വന്നത് തന്നെ എങ്ങനെയോ തപ്പിപ്പിടിച്ചാ വന്നത്. പക്ഷേ മഹാനര് പറഞ്ഞത് പൂർണ്ണമായിട്ടും അറിയുന്ന ആ കുരിക്കൾ ഉടനെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ റെയിൽവേ തീവണ്ടിയുടെ അകത്തുനിന്ന് ആ മാടി വിളിക്കുന്നത് ആൾ ബാംഗ്ലൂരു എന്ന് പറഞ്ഞിട്ട്. കാരണം അവരവിടെ മാടി വിളിച്ചു. ഇദ്ദേഹം ട്രെയിനിൽ കയറി ബോംബെയിലേക്കുള്ള ഹജ്ജാജിമാർ യാത്ര ചെയ്യുന്ന ട്രെയിനാണ്. ഹജ്ജാജിമാരുണ്ട്, അല്ലാത്തവരുണ്ട്. ഇന്ത്യ രാജ്യത്തെ ട്രെയിനിൻ്റെ സ്ഥിതി അങ്ങനെയാണ്, അല്ലാത്തവരും ഉണ്ട്. അവർ കയറി നോക്കണേരെ ഇയാൾക്കൊക്കെ ടിക്കറ്റ് മറ്റോലെ എടുത്ത് വെച്ചിക്കണമെന്ന കേൾക്കാൻ കഴിഞ്ഞത്. എന്തോ ടിക്കറ്റ് ഉണ്ടോ ഇല്ലേ എന്നല്ല, ഉണ്ടെങ്കിൽ TTR വരും, അവർ ടിക്കറ്റ് എടുത്ത് കൊടുത്തൊക്കെ ചെയ്യും. അത്രേ അതിന് വിഷയം വരുന്നുള്ളൂ. ഏതോ ആവട്ടെ, ബോംബെയിൽ ഇറങ്ങി ഹാജിമാർ പോകുന്ന ആ ഗല്ലിയിലാട്ട് എത്തിയപ്പോൾ കപ്പൽ പുറപ്പെടാനായിട്ട് 2 കപ്പൽ പോയി. 3ാമത്തെ കപ്പൽ പുറപ്പെടാനിരിക്കുന്നു. ഈ സമയത്താണ് ആ കുരിക്കൾ പറഞ്ഞത്, പടച്ചോനെ കപ്പൽ 3ാമത്തവും പോവുകയാണ്, പടച്ചോനെ കപ്പൽ 3ാമത്തവും പോവുകയാണ്, ഞാൻ പോയിട്ടില്ല പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് സൈഖുനാനെയും ഓർക്കുന്നു, റബ്ബ് താലോനോട് പറഞ്ഞും കൊണ്ട് നിൽക്കുന്നു, ഞാൻ പോയിട്ടില്ലല്ലോ പടച്ചോനെ എന്ന്. കപ്പലിൻ്റെ ചെത്തൂരി അങ്ങനെ അങ്ങോട്ടും തെക്കും പടക്കും നടക്കുകയാണ്. കാരണം പോകാൻ കഴിയില്ലാതെ കപ്പൽ പുറപ്പെടാറായി. ജനങ്ങളൊക്കെ കയറി ലഗേജൊക്കെ കയറ്റി കപ്പൽ പുറപ്പെടാറായി. ഇദ്ദേഹത്തിന് ലെവൽ തെറ്റിയ ജാതിയിൽ ഒരു സംസാരമായിട്ട്, പടച്ചോനെ കപ്പലിൽ കയറാൻ കഴിഞ്ഞില്ല പടച്ചോനെ എന്ന് പറഞ്ഞാണ്ട് ഈ തെരത്തിലൂടെ നടക്കുക. പക്ഷേ കപ്പൽ ഇളക്കി വെക്കുന്നേരം ഇളകുന്നില്ല. അത് സൈഖുനാടെ ബ്രേക്ക് ഇട്ട് കൊടുത്തു. നേരെ ബ്രേക്ക് ഇട്ട് കൊടുത്തു, ഇളകുന്നില്ല, കപ്പൽ ഇളകുന്നില്ല. അന്നേരം ഇയാൾ തെക്കും പടക്കും നടക്കുക തന്നെയാണ്. എനിക്ക് കയറാൻ കഴിഞ്ഞില്ല. പല കളിയും കപ്പൽ കപ്പിത്താൻ കളിച്ചു നോക്കി, അതിൻ്റെ പ്രവർത്തകർ കളിച്ചു നോക്കി. പക്ഷേ കപ്പലിളകുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കപ്പിത്താൻ പറഞ്ഞ്, ആ തെക്കും വടക്കും നടക്കണം ഓനോട് ഒന്നും ഇങ്ങോട്ട് കയറിക്കോളാൻ പറയുന്നു. കാരണം അതാവാൻ സാധ്യത. കാരണം ഈ കപ്പിത്താന്മാർ, അതുപോലെ പൈലറ്റുമാരൊക്കെ ഡ്രൈവർമാരൊക്കെ ഇങ്ങനത്തെ ചില സംഭവങ്ങൾ കാണും. അതിൽ നിന്ന് കപ്പിത്താൻ പറഞ്ഞോർത്ത് ഓനോടൊന്നും ഇങ്ങോട്ട് കയറിക്കോളാൻ പറയുന്നു. വന്ന് പറഞ്ഞ് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ? ഞാൻ മക്കത്തേക്കാണ് പോകുന്നത്, ഹജ്ജിനാണ് പോകുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ പാസ്പോർട്ടും ഇല്ല, വിസയില്ല, പൈസയില്ല, ടിക്കറ്റും എടുത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങളോട് കയറാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ്. നേരായിട്ട് കയറിപ്പോയി കപ്പലിളകി. മക്കത്ത് ചെന്ന് ഹജ്ജ് ചെയ്തു. ഹജ്ജിന് നിൽക്കുന്ന സമയത്താണ് നേരെ രാജാവ് ഈ കഅബാലയം കഴുകാൻ വരുന്ന സമയത്ത് എല്ലാവരെയും പായിപ്പിച്ച കൂട്ടത്തിൽ മൂപ്പര് വീണുപോയി. രാജാവിൻ്റെ കണ്ണിൽപ്പെട്ട്. രാജാവ് പറഞ്ഞ് ഓനെ ഇവിടേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു, പാലസിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. നേരെ പാലസിലേക്ക് കൊണ്ടുപോയി അവിടെ ജോലി ഉറച്ചു. അങ്ങനെ എത്രയോ കാലം ജോലി ചെയ്ത് തിരിച്ചു വന്നത് കഥ നിങ്ങളൊരു പക്ഷേ മടവൂർ കാഫിലയുടെ ആ ഇതിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തോ ആവട്ടെ, അദ്ദേഹം ഹജ്ജിയായി രാജാവിൻ്റെ കൊട്ടാരത്തിൽ ജോലിയുമായി അവിടെ എല്ലാ അധികാരവും അതാരസവും എല്ലാമായിട്ട് ജീവിച്ചു പോന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലിബിയയിൽ അതിനെ കളിയാക്കിക്കൊണ്ട്, അതിനെ ട്രോളിങ് കൊണ്ട് ഒരു വിഭാഗം അനിലും, അതുപോലെ തന്നെ മൻസൂറും, അതുപോലെ തന്നെ പല ആളുകളും അതൊന്നും മുഖവിലക്കെടുക്കൂല. പക്ഷേ
സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ തെറ്റിദ്ധരിക്കുന്ന നിലക്ക് പല നിൽക്കും ഇവിടെ സംസാരങ്ങൾ നടന്നപ്പോൾ ആ സംസാരത്തെ ഒതുക്കിയേ മതിയാവൂ. ഇതാണ് ലിബിയയിലുള്ള ആ വിമാനത്തെ നിയന്ത്രിച്ചും കൊണ്ട് അള്ളാന്റെ ആരിഫീങ്ങളായ ഔലിയാക്കൾ കാണിച്ചു തന്നത്. ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. അല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ സംശയമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഈമാനുള്ളവർ അതിൽ പെട്ടുപോകണ്ട എന്നാണ് കാണിച്ചു തന്നത്. മറന്നു പോകരുത്. ഈ വീഡിയോ ഞാൻ എടുത്തു വെക്കാൻ ഉണ്ടായ കാരണം ഞാൻ ഈ സംഭവം നടന്നു എന്ന് കേട്ടപ്പോൾ ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റിയില്ല. സംഭവം പറയേണ്ടതുമാണ്. അങ്ങനെയാണ് എനിക്ക് ലിബിയയിൽ നിന്നുള്ള വീഡിയോ കിട്ടിയത്. ഞാൻ മറ്റൊരാളോട് പറഞ്ഞപ്പോൾ അവരെനിക്ക് ലിബിയയിൽ നടന്ന സംഭവത്തിൻ്റെ വീഡിയോ അയച്ചു തന്നു. ഞാനത് വെച്ചിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ പ്രപഞ്ചം ഇന്നും നിയന്ത്രിക്കുന്നത് മനുഷ്യന്മാരാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, പലസ്തീനിൽ ബോംബിടില്ലേ, മറ്റോടത്ത് ബോംബിടില്ലേ, അപ്പുറത്ത് അങ്ങനെ ആക്കണില്ലേ, ഇങ്ങപ്പുറത്തുനിന്ന് ആക്രമിക്കില്ലേ, അപ്പുറത്തുനിന്ന് RSSകാരും അപ്പാരെ ശരിയാക്കണില്ലേ? ഒക്കെ നടക്കും. പ്രപഞ്ചത്തിൽ റബ്ബിൻ്റെ ഖളായിലുള്ളതൊക്കെ നടക്കും. അതിലേക്കൊന്നും അവർ തിരിയൂല. റബ്ബിൻ്റെ അസിലിയായ ഖളായിലുള്ളത് അത് നടക്കുക തന്നെ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. മൊബൈൽ കൊടുത്ത മാതിരിയാണ് എന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞതിൽ ഞാൻ അന്ന് പറഞ്ഞ അതാണ്, റബ്ബിൻ്റെ പൊരുത്തല്ലാത്ത എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തിയാൽ, റബ്ബിൻ്റെ പൊരുത്തത്തിന് വിരുദ്ധമായ എന്തെങ്കിലും ഒരു നിസാര പ്രവർത്തനം നടത്തിയാൽ കൊടുത്ത മൊബൈൽ ഇങ്ങോട്ട് തിരിച്ച് വാങ്ങുകയും ചെയ്യും. അതാണ് ബൽആന്റെ ചരിത്രം പറഞ്ഞു തരുന്നത്. പിന്നെ നായക്ക് സമമാണെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഓർക്കേണ്ട വിഷയങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാൻ്റെ പൊരുത്തുള്ളതേ പ്രവർത്തിക്കുള്ളൂ. അത് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് കാണാൻ പറ്റും. എത്ര സഹാബത്തെ കറാമിനാണ് കൂട്ടിക്കൊണ്ടുപോയി കൊന്നാഞ്ഞത്. റസൂലുള്ളാഹിക്ക് അത് തടയാൻ കഴിയില്ലായിരുന്നോ? അള്ളാൻ്റെ പൊരുത്തം എന്താണോ അതാണ് അമ്പിയാക്കളും ശ്രദ്ധിക്കുള്ളൂ. അള്ളാൻ്റെ പൊരുത്തം എന്താണോ അത് മാത്രമേ അള്ളാൻ്റെ അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ ആരിഫീങ്ങളായ ഔലിയാക്കളും ചെയ്യുള്ളൂ. അല്ലാത്തത് ചെയ്യൂല. എന്തെല്ലാം സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കാണാൻ പറ്റും. ഉഹുദ് രണാങ്കണം ഓർക്കുന്നുണ്ടോ? അത് അസിലിയായ ഖളായിലുള്ളതാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഓരോന്നും എന്തെല്ലാം. അതേ അവസരത്തിലോ കോട്ടയുടെ വാതിൽ ഇങ്ങോട്ട് എടുത്തിട്ട് യുദ്ധമായിട്ട് ചെയ്തിക്കാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ. അങ്ങനെ ഒരൊറ്റ മനുഷ്യൻ പോയിട്ട് ആ ക്യാമ്പിനെ ഒന്നായിട്ടായിട്ട് നശിപ്പിച്ച് കളഞ്ഞു. അവിടെ ഫതഹ് ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോകുന്നതും നമ്മൾ കാണുന്നതാണ്. അപ്പം റബ്ബിൻ്റെ പൊരുത്തം എന്തൊക്കെ നടക്കുന്നോ അതാണ്. അവിടെ വെച്ച് അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നാളെ ഒരാളെ കയ്യിൽ പതാക കൊടുക്കും, അവൻ ആ യുദ്ധം വിജയിച്ചിങ്ങ് പോരുകയും ചെയ്യുമെന്ന്. മറ്റൊരാൾക്കും വാള് വരേണ്ടി വന്നില്ല. പിറ്റേന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചെയ്തോർക്കുണ്ട്. എല്ലാവരും പറഞ്ഞു, നിങ്ങൾ മിണ്ടാണ്ട് ഒത്തിരുന്നാൽ മതി, ഞാനാണ് അമീർ, ഞങ്ങൾ മിണ്ടാണ്ട് ഒത്തിരുന്നാൽ മതി, യുദ്ധം ഞാൻ ചെയ്തോളും. 3 ദിവസം വെള്ളം കുടിക്കാത്ത മനുഷ്യനാ, കണ്ണിന് രോഗം പറ്റിയിട്ട്. പക്ഷെ ആ മനുഷ്യനായിട്ട് പറഞ്ഞു വെച്ചു കൊടുത്തത്. കാരണം ഇതൊന്നും നിങ്ങളിലല്ല, ഇതൊക്കെ നിയന്ത്രണം റബ്ബിലാണെന്ന് വ്യക്തമായി കാണിച്ചു കൊടുത്തതാണ്. പക്ഷേ അവൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കളിലൂടെ അത് കാണിക്കുക. അതിലേറ്റവും വലിയ പ്രമുഖനാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ. അപ്പോൾ ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളിലൂടെ നേരിട്ട് ഇങ്ങോട്ട് കാണിച്ചു തന്നിക്കാണ്. ഇതൊക്കെ റബ്ബ് തആല മാത്രം കൊടുക്കുന്ന കഴിവുകളാണ്. അവൻ്റെ ഖുദ്റത്ത് കൊണ്ടല്ലാണ്ട് ഒന്നും നടക്കൂല. പക്ഷേ അവൻ്റെ പൊരുത്തത്തിൽ മാത്രമേ ചെലവഴിക്കുള്ളൂ. ഇവിടെ അള്ളാൻ്റെ പൊരുത്തല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓൻ എന്തും ചെയ്യാം. മൊബൈൽ കൊടുത്തമായിരുന്നു ഒരു വിഭാഗം, മറ്റൊരു വിഭാഗം അങ്ങനൊന്നുമില്ലേ, ഇല്ല, ഒക്കെ അള്ളയാണ്, അള്ളന്നെ ഫായില്. പക്ഷേ ഇവരിലൂടെ നടപ്പാക്കുക, അതും കൂടി ആ കൂട്ടത്തിലൊന്ന് പറഞ്ഞു കൊടുത്തേക്കേണ്ടിയിരുന്നു. അതില്ലാതെ ഈമാൻ തെറിപ്പിക്കുന്ന ചില പ്രവർത്തനങ്ങളും വാക്കുകളും സംഭവിച്ചപ്പോൾ അത് തിരുത്തിയതാണ്. ഈമാനുള്ള മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ നിന്ന് അത് തിരുത്തിയതാണ് യഥാർത്ഥത്തിൽ ലിബിയയിൽ നടന്ന സംഭവം. തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് എന്താകുമെന്നൊക്കെ നമ്മൾ നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് വിശദമായി വിശദീകരിക്കാം. തൽക്കാലം നിർത്തട്ടെ. ഒരൊറ്റ മോനോട് ദയവ് ചെയ്ത് മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, മുസ്ലിമീനോട് പറയാനുള്ളത്, എന്തെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അത് തെറ്റിദ്ധരിക്കാതെ നേരെ കാന്തപുര ഉസ്താദിൻ്റെ അടുത്ത് ചെല്ലുക, ഇല്ലെങ്കിൽ കൽത്തറ ഉസ്താദിൻ്റെ അടുത്ത് ചെല്ലുക, ഇല്ലെങ്കിൽ പകര ഉസ്താദിൻ്റെ അടുത്ത് ചെല്ലുക, ഇല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളുണ്ട്, ഇവിടെ ആലിമീങ്ങളുണ്ട്,
ഉറബിയായി ചിന്തിക്കുന്ന ആലിമീങ്ങൾ ഇവിടെ ഉണ്ട്, അവരോട് സംശയം അങ്ങ് തീർത്തേക്കുക, അവരന്നേരം തന്നെ സംശയം തീർത്തു തരും. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ മനുഷ്യന്മാർ തെറ്റിദ്ധരിക്കും എന്ന് പറഞ്ഞാണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കരുത്. അത് തെറ്റാണെന്നേ പറയാനുള്ളൂ. കാരണം തെറ്റിദ്ധരിക്കുമെന്ന ന്യായം പറയണമെങ്കിൽ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിറാജിന് പോയിട്ട് അങ്ങാടി പോയിട്ട് ഇത് പറയരുതായിരുന്നു. തെറ്റിദ്ധരിക്കുമെന്ന വിഷയം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കുമെന്ന് വെറുതെ തോന്നുകയാണ്. ആരിഫ്യങ്ങളായ ഔലിയാക്കളുമായി ബന്ധപ്പെട്ട ഏത് വിഷയം പറഞ്ഞോളണം, യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ നമ്മളെ സിറാജുദ്ദീൻ ലത്തീഫി അവർ ചെയ്ത പ്രവർത്തനം വളരെ ഭംഗിയാണ്. പക്ഷേ അവർക്കൊരബദ്ധം പറ്റിയത് കാരണം കൊണ്ടാണ് റബ്ബിൻ്റെ ശിക്ഷ വന്നത്. അത് ആർക്കും വരും. ഈ സാധു എനിക്കും വന്നു